ഇത് വളരെ അപകടകാരിയായ മെഡിസിനാ. ഒരു കുഴപ്പമില്ലാത്ത ഒരാളിൽ കുത്തിവെച്ചാൽ പോലും 3-4 ദിവസം അയാൾ നോർമൽ അല്ലാത്ത രീതിയിൽ പെരുമാറും. അതെ, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. അവനൊന്ന് നോർമൽ അല്ലാത്ത രീതിയിൽ പെരുമാറി കിട്ടിയാൽ മാത്രം മതി. അവന്റെ ഒരു ബോംബും അവനെ കോടതിയിൽ ഹാജരാക്കി ആശുപത്രിയിൽ അടക്കാനുള്ള വിധി ഞാൻ നേടും. താങ്ക് യു. പിന്നൊരു കാര്യം, ഈ മെഡിസിൻ കൈവശം വെക്കുന്ന പോലും 20 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഭാസ്കര, നീ എവിടെയാണ്? വെറുതെ ഒളിച്ചിരുന്ന് എന്നെ പേടിപ്പിക്കണ്ട, പുറത്തു വാ. ഭാസ്കര, ഒളിച്ചുകളി വേണ്ട. ഭാസ്കര, കളി എന്നോട് വേണ്ട. ഏതാ ഈ ഭാസ്കരൻ? അവന് ചെറുപ്പത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ലേ, കുളത്തിൽ വീണ് ചത്തുപോയ ഭാസ്കരൻ. ഈ അവസ്ഥയിൽ ചത്തുപോയ പലരും ജീവിച്ചിരിപ്പുണ്ടെന്നേ തോന്നുന്നു. ഇനി നീ ഒളിച്ചും പാത്തും പതുങ്ങിയും ഈ പരിസരത്തേക്ക് എങ്ങാനും വന്ന കയ്യും കാലും തല്ലി ഒട്ടിച്ച് പ്രാന്താശുപത്രി കൊണ്ട് പൂട്ടും ഞാൻ. ഭ്രാന്തൻ. ജയകൃഷ്ണ, അമ്മാവാ, എന്താ മാവ, സുഖമായിരിക്കുന്നോ? നിന്റെ കയ്യിൽ എന്താ? അത് പിന്നെ ഒരുപാട് നാളായി അമ്മാവന് കുറച്ച് ചന്ദനത്തിന് മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇരിക്കട്ടെ, വെച്ചോളൂ. അയ്യോ ചേച്ചി, ചേട്ടന്റെ കത്തൊക്കെ വരാറില്ലേ? അശ്വതി, നന്നായിട്ട് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി മേടിക്കും. എന്താടാ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാർ, ഈ ബാങ്ക് ഓഫ് കൊച്ചി എവിടാ? ബാങ്ക് ഓഫ് കൊച്ചി നിന്റെ അമ്മായി. ജയേട്ടന്റെ കയ്യിലെന്താ? ഒന്നുമില്ല. മറ്റേ കയ്യിലെന്താ? മറ്റേ കയ്യിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. നിനക്ക് സുഖമല്ലടാ രോമനാരായണ പൂടമാത്ത. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അവന്റെ മനസ്സിന്റെ പ്രയാസം എന്താണെന്ന് എനിക്കറിയാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം മാത്രം പറയാം, ഭ്രാന്താശുപത്രിയിൽ എത്തുന്നവർ ഭൂരിഭാഗവും സ്നേഹം നിഷേധിക്കപ്പെടുന്നവരാണ്. ജയകൃഷ്ണന്റെ അവസ്ഥ അതാണ്. അവന്റെ മനസ്സിന്റെ മുറിവുണക്കാൻ മരുന്നും മന്ത്രമല്ല വേണ്ടത്, സ്നേഹിക്കുക. കഴിയുന്നിടത്തോളം അവന് സ്നേഹം കൊടുക്കുക. നമ്മുടെ ജയകൃഷ്ണ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും സ്നേഹം കൊണ്ടൊരു ഉത്സവം തന്നെ ഒരുക്കാം. ഭാസ്കര, ജയകൃഷ്ണ സാറേ, ഓടല്ലേ ഓടല്ലേ, അവിടെ പൊന്നപ്പ, ആകെ കുഴപ്പമായി. ഓടി രക്ഷപ്പെട്ടു. എല്ലാരും കൂടെ പിടിക്കാതെ ബസ്സിനെ കുത്തിരോ. എന്താ സാറേ? എനിക്ക് ഡോക്ടർ നമ്പ്യാരെയാണ് കാണേണ്ടത്. കാണാം, അതിനുമ്പ് കണ്ണും തുറക്കും. പിന്നെ ഇത്രയും നേരം ഞാൻ തുറന്നത് കണ്ണല്ലാതെ. പ്ലീസ് നമ്പ്യാർ ഡോക്ടറെ വിളിക്കുക. ഇത് പ്രശ്നം വേറെയാ. റിലാക്സ് റിലാക്സ് റിലാക്സ്. ഡോക്ടർ നമ്പ്യാർ സ്ഥലം മാറിപ്പോയി, പകരം വന്ന ഡോക്ടറാണ് ഞാൻ. അയ്യോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഡോക്ടർ നമ്പ്യാർക്ക് മാത്രമേ എന്റെ പ്രശ്നങ്ങൾ അറിയൂ. ഓക്കെ, താങ്കൾ ഭയപ്പെടണ്ട. പ്രശ്നം എന്താ വെച്ചാൽ എന്നോട് പറയൂ, ഐ ക്യാൻ ഹെൽപ്പ് യു. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. കൂട്ടിട്ട തെണ്ടിയില്ലേ ഹരിനാരായണൻ, അവന് പ്രാന്ത. ഡോക്ടർ അവനെ ഒന്ന് പരിശോധിച്ച അവന് വട്ടാണെന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലാവും. അവനെ ഈ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ഡോണ്ട് വറി ജയകൃഷ്ണൻ, കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒക്കെ ഞാൻ ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ ഹരിനാരായണൻ, ഇങ്ങോട്ട് വന്നിരിക്കൂ. അയ്യോ, ഹരിക്ക് ഉറക്കം നല്ല പോലെ കിട്ടുന്നുണ്ടോ? സൂര്യൻ അസ്തമിച്ച അപ്പയാൻ ഉറങ്ങിപ്പോവും. താങ്കൾക്കോ? എന്റെ ഉറക്കമൊക്കെ പോയിട്ട് നാളെ എത്രയായി ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേത്. അതെ അതെ അതെ, തലയുടെ പിൻഭാഗത്ത് ഒരു പെരുപ്പ് പോലെ തോന്നുന്നുണ്ടോ? എന്നോടാ പെരുപ്പ് പെരുപ്പ് പെരുപ്പ്? അല്ലല്ല, ജയേഷിനോടാ. ഡോക്ടർ എനിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓ യെസ് യെസ്. ഉറക്കമില്ലാതെ കിടക്കുമ്പോ എഴുന്നേറ്റ് ഓടണമെന്ന് തോന്നുന്നുണ്ടോ ജയകൃഷ്ണന്? ജയേട്ടൻ അവിടെ ഇരിക്കെ.
രാധിക നിനക്ക് മനസ്സിലായില്ലേ? ഇയാളെന്നെ ഭ്രാന്തനാക്കാൻ നോക്കുക. എനിക്ക് ഡോക്ടർ നമ്പ്യാരെ കാണണം, അല്ലെങ്കിൽ ഡോക്ടർ റസിയെ. ഡോക്ടർ നമ്പ്യാർ ബാംഗ്ലൂരാ. പിന്നെ ഇന്ന് റസിയുടെ കല്യാണം അല്ലേ? ഇദ്ദേഹം വളരെ പേര് കേട്ട ഡോക്ടറാ മോനെ. ജയകൃഷ്ണ, ഇതെന്താണെന്ന് പറയാമോ? നിന്റെ അമ്മയുടെ നായര് ഒരു ഊശാങ്കാടിയും വെച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കോമൺ സെൻസ് വേണം. കോമൺ സെൻസ്. പ്ലീസ്. എന്റെ രാധികയെ 3-4 മണിക്കൂറോട് കഴിഞ്ഞ് എന്റെ നിലയാകെ വഷളാവും. അതിനുമുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. നീ വാ. ജയേട്ടാ, അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഡോക്ടർ പറയുന്ന അനുസരിക്ക്. രാധികയെ മോനെ, എന്തിനാണ് ഇങ്ങനെ എല്ലാരും വിഷമിപ്പിക്കുന്നത്? അവിടെ ചെന്ന് ഇരിക്ക്. ജയേട്ടാ, പ്ലീസ്. അശ്വതി, സാറേ, എന്റെ പൊന്ന് സാറല്ലേ പറയുന്ന ഒന്ന് കേൾക്ക്. മരുന്ന് കഴിച്ചാൽ മാറാത്ത അസുഖമൊന്നുമില്ല. ഒന്ന് നിർത്തണ്ട എല്ലാവരും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. രാധികെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കണം. എന്റെ കൂടെ ഒന്ന് വരണം. നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ വരാം. നോ, ഈ സമയത്ത് ഇവനെ കൊണ്ട് പുറത്തു പോകുന്ന അപകട. അത് സാരമില്ല, ജയേട്ടൻ വരും. മിസ്സസ് രാധിക മേനോൻ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? ഈ അവസ്ഥയിൽ അയാളെ വെളിയിൽ വിടാൻ പറ്റില്ല. നിന്നെയൊക്കെ ഡോക്ടറാക്കി അവന് മുക്കാലി കെട്ടിയടിക്കണം. രോഗിയെ കണ്ട തിരിച്ച് വയ്യാത്ത നായേ. ജയകൃഷ്ണൻ, please, ജയകൃഷ്ണൻ. ഷോക്ക് കൊടുക്കേണ്ടി വരും ഡോക്ടർ. ഡെഫിനറ്റ്ലി. പുറത്തു പോകണമെങ്കിൽ പെർമിഷൻ വേണം. എടാ പൊന്നപ്പ, എല്ലാരും കൂടി എന്നെ പ്രാന്തനാക്കി ഇതിനകത്തേക്ക് പൂട്ടാൻ പോവാ. നീ ഒന്ന് പറ, എനിക്കല്ല അവനാണ് വട്ടെന്ന്. ചെയ്യട്ടാ, എനിക്കല്ല വട്ട്, ഇവനാ വട്ട്. പട്ടി, പൊന്നപ്പാ, അവനെ പിടിയടാ. കയ്യും കാലം കെട്ടിയിട്ടാലും വേണ്ടില്ല, അവനിവിടെ കൊണ്ടുവരണം. കാശ് വന്നിട്ട് പോടോ. സോറി, കാശ് എടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്യ്, ഞാൻ അകത്ത് മേടിച്ചു തരാം. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് കാശ് വന്നിട്ട് പോടോ. ആശാൻ എന്നെ തടയരുത്. എനിക്ക് ഡോക്ടർ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. പ്രശ്നം അതീവ ഗുരുതരമാണ്. ഭ്രാന്താശുപത്രിയുടെ മുമ്പേ നിന്ന് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഭ്രാന്തനായിരിക്കും. എന്താ എന്താ എങ്ങോട്ട് ഈ തള്ളി കയറി പോണത്? ഫോൺ കോൺഫിഡൻഷ്യലാ. എനിക്ക് ഡോക്ടർ റസി ഒന്ന് കാണണം, വളരെ അത്യാവശ്യം. ഇന്ന് ഡോക്ടറുടെ കല്യാണം, പേഷ്യന്റിനെ നോക്കാൻ പറ്റില്ല. മാഷെ, ഞാൻ പേഷ്യന്റ് അല്ല, ഡോക്ടറുടെ ഫ്രണ്ടാ. തോന്നും, ഫ്രണ്ടാണെന്നും ബാക്കാണെന്നും ഒക്കെ തോന്നും. മക്കള് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ. വേഷം കെട്ടിന്റെ അടുത്തുണ്ടല്ലോ. നീയോ? അല്ല, ഞാനാ. എന്റെ ഇഷ്ടമില്ല. ഒന്ന് വീഴാൻ പോയല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഇത്ര വലിയ മുഴയോ? എന്റെ പൊന്ന് സാറേ, ഈ ഗേറ്റിനുള്ളിൽ കയറാൻ നോക്കരുത്. ഈ വാച്ച്മാന്മാർക്കൊക്കെ വട്ടാ. ഈ എന്നെ ഉണ്ടല്ലോ, ഒരു ദിവസം മിനിമം 10 വാച്ച്മാന്മാരെങ്കിലും കഴുത്തെ പിടിച്ച് വെളി തള്ളാറുണ്ട്. മതിൽ ചാർന്നാണ് ബുദ്ധി. ആ ഇഞ്ചക്ഷൻ എനിക്കിട്ട് തന്നെ കിട്ടി. ഇപ്പൊ എല്ലാവരുടെ കൺമുമ്പിൽ ഞാൻ പ്രാന്തനാ. തനിക്ക് മാത്രമേ ഇപ്പൊ എന്നെ സഹായിക്കാൻ പറ്റൂ. വേഗം. ഈ സമയത്ത് നീ ഇതെങ്ങോട്ടാ? ഒന്ന് മുറിയിൽ പോയിട്ട് വരാം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഉയരം. ഇത്ര ബോധമില്ലാതെ താൻ ഈ കാര്യം ഹാൻഡിൽ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മെഡിസിൻ തന്നുവിടില്ലായിരുന്നു. വരാനുള്ളത് വഴി തങ്ങില്ല. ഇത് റോയ് തോമസ്. ഹലോ. ഇത് ഹുസൈൻ. ഹലോ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ജ്യേഷ്ഠ. ആരാ മരിച്ചത്? എപ്പോഴാ ശവമെടുക്കുന്നത്? എന്ത്? ഇയാക്കെന്താ ചെവിടും കേട്ടൂടെ? ഏതാ? ഞാൻ ഭാസ്കരൻ. ജയകൃഷ്ണ സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. എനിക്ക്
ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്ന പോലെ. ജയകൃഷ്ണൻ കുറച്ചേരം കിടന്നോളൂ. വേണ്ട, അവിടെ വീട്ടിലെ ഒന്ന് ഉറങ്ങുന്നതിനിടയ്ക്ക് തന്റെ വീട്ടിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. കുറച്ചേരം കിടന്നോളൂ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. വാതിലോർക്ക് ആരാ മുറിക്കാത്ത? ആരാണോ ചോദിച്ചേ? അതോ അവളുടെ കൂട്ടുകാരിയാ? കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? അതെന്റെ ക്ഷമിക്കണം, ഒരു പ്രത്യേക സാഹചര്യത്തില് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരുത്തരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്ന് എന്നെ നേരത്തെ ഒരാൾ അറിയിച്ചതാ. അന്ന് ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യായി. ഇനി എന്തിനാ നോക്കി നിൽക്കണേ? ഇറങ്ങിനടാ എല്ലാരും. വലിയ പഠിപ്പും പത്രാസും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലടോ ഹാജിയാരെ. അന്തസ് വേണം. എന്താ ബായി പറയണ? എന്റെ കുട്ടി അങ്ങനത്തോളല്ല മോനെ. ഇയാളെ കണ്ടാ തന്നെ അറിയില്ലേ, ഭ്രാന്തനാ. മോളുടെ പേഷ്യന്റാ. അസുഖം കൂടിയപ്പോ ഇവിടെ വന്ന് കേറിയെന്നേ ഉള്ളൂ. ഡോക്ടറായി പോയില്ലേ, ഓൾക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? ജയകൃഷ്ണൻ ഇവളുടെ പേഷ്യന്റ് ആണോ ഫ്രണ്ട് ആണോന്ന് ഇവള് പറയട്ടെ. ഇവള് പറഞ്ഞ ഞാൻ വിശ്വസിക്കാം. ഓൻ ചോദിച്ചത് കേട്ടില്ലേ? ഇയാള് നിന്റെ രഹസ്യക്കാരനോ അതോ ഭ്രാന്തനോ? ഇപ്പൊ പറയണം. പറയാം. ജയകൃഷ്ണൻ എന്റെ ജയകൃഷ്ണ ജയകൃഷ്ണൻ നിർത്താനാ പറഞ്ഞത്. എനിക്ക് എന്താ ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ? അയാൾക്ക് മൂത്ത ഭ്രാന്ത. അല്ല, ജയകൃഷ്ണ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ കാണിച്ചതൊക്കെ വെറും അഭിനയമാണ്. ജയകൃഷ്ണൻ എന്റെ ഫ്രണ്ടാ, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റാരും സഹായത്തിനില്ലാതെ വരുമ്പോ അയാൾ ഓടി വരുന്നത് എന്റെ അടുത്താ. അതുപോലെ ഒരു സഹായത്തിന് വേണ്ടി അയാൾ ഇപ്പോഴും വന്നത്. ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ സത്യസന്ധത നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലെങ്കിൽ, അതൊക്കെ മറ്റൊരു തരത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നതെങ്കിൽ ഐ എം സോറി മോളെ. ഇത് നടക്കാൻ വിധിയില്ലാത്ത നിക്കാഹാണ്. അങ്ങനെ കരുതിയാൽ മതി എല്ലാരും. മോളെ